ഹൈഡ്രജൻ ഇന്ധന സാങ്കേതികവിദ്യയിൽ നിർണായക സ്ഥാനം നേടി ഭാരതം. രാജ്യത്തെ ആദ്യ തദ്ദേശ നിർമ്മിത ഹൈഡ്രജൻ വെസൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ കാറ്റമറൻ ഫെറിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തൂത്തുക്കുടിയിൽ നടന്ന പരിപാടിയിൽ ഓൺലൈനായിട്ടാണ് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത്. രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും പൂർണ്ണമായും തദ്ദേശീയമായാണ് പുതിയ ഹൈഡ്രജൻ വെസൽ നിർമ്മിച്ചിരിക്കുന്നത്. 2020ഓടെ ഭാരതത്തിൽ ഹരിതഗൃഹ വാതകങ്ങൾ മൂലമുള്ള മലിനീകരണം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ഫെറി. മാരിടൈം ഇന്ധനമായി ഹൈഡ്രജൻ സ്വീകരിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഇത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച വെസൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. തൂത്തുക്കുടിയിൽ നിന്നും ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ഹൈഡ്രജൻ മാരിടൈം ഇന്ധനമായി ഉപയോഗിക്കുന്നതിന് പദ്ധതി ഊർജം പകരുമെന്നും സമുദ്ര ഗതാഗത രംഗത്ത് ഹൈഡ്രജൻ ഫ്യൂവൽ സാങ്കേതിക വിദ്യ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുമെന്നും ഷിപ്പ്യാർഡ് CMD മധു എസ് നായർ പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ്. കാരണം ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് hydrogen fuel cell vessel in the country. It's a very high grade hydrogen fuel cell that's been developed. 99.996% pure hydrogen has to be used in this. Right today hydrogen is not fully commercially viable. But India's hydrogen economy and the way the central government is pushing, Kerala is in various states. Kerala is talking about Kerala's own hydrogen valley. A lot of companies are getting involved, and in the next few years we'll see hydrogen as a very viable alternate fuel. A box in agatthekku hydrogen, pure hydrogen input ചെയ്താൽ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി എമിഷൻ ആയിട്ട് വരുന്നത് ജസ്റ്റ് H2O വാട്ടർ, പ്യുവർ വാട്ടർ. അപ്പോൾ ഇറ്റ് ഈസ് സീറോ നോയ്സ്, സീറോ എമിഷൻ വെസൽസ് ആണ്. 50 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വെസലിന് തുടർച്ചയായി 8 മണിക്കൂർ പ്രവർത്തനക്ഷമതയുണ്ട്. ആദ്യഘട്ടത്തിൽ വാരണാസിയിൽ സർവീസ് നടത്തുന്ന ഹൈഡ്രജൻ വെസൽസ് പിന്നീട് രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കും. അമൃത ന്യൂസ്, കൊച്ചി.